അമ്മേ നാരായണ, ദേവി നാരായണ. ആറ്റുകാൽ പൊങ്കാല ആഗതമായിരിക്കുകയാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല ക്ഷേത്രസന്നിധിയിൽ പോയി ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ പല സാഹചര്യങ്ങൾ കൊണ്ട് ക്ഷേത്രസന്നിധിയിൽ പോയി ഇടാൻ കഴിയാത്തവരുണ്ട്. ചിലർ വിദൂര സ്ഥലങ്ങളിലായിരിക്കും, ചിലർ മറുനാടുകളിലായിരിക്കും, ചിലർക്ക് ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ചില തടസ്സങ്ങളുണ്ടായിരിക്കും. പരമാവധി കഴിയുന്നവരെല്ലാം തന്നെ തിരുവനന്തപുരത്തിൻ്റെ പുണ്യ നഗരിയിൽ ചെന്ന് ആ പൊങ്കാല അർപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് അനന്തപുരിയിലെത്തി അമ്മയുടെ തിരുനടയിൽ പൊങ്കാല അർപ്പിക്കാൻ കഴിയാത്തവർക്ക് സ്വന്തം വീട്ടിൽ തന്നെ പൊങ്കാല സമർപ്പണം നടത്താനുള്ള ലഘുവായിട്ടുള്ള രീതിയാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഒരു രീതി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലൊരു പൊങ്കാലയിട്ട് നിങ്ങൾക്ക് നിവേദിക്കണം, സ്വയം നിവേദിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോഴെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാല ഇത്തവണ ഇടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് പോലും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടൊന്ന് കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദ്ര മഠം. അപ്പോൾ സാധാരണ നമ്മൾ വീടുകളിൽ പൊങ്കാല ഇടുമ്പോൾ അത് സൂര്യോദയത്തിന് മുമ്പ് ആദ്യത്തിന് പൊങ്കാല ഇടും. അല്ലാതെ ഗൃഹപ്രവേശവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പൊങ്കാല ഇടും. കുടുംബക്ഷേത്രത്തിലേക്ക് ഉത്സവം നടക്കുമ്പോൾ ചിലർ പൊങ്കാല ഇടും. മകരപ്പൊങ്കൽ അങ്ങനെയുള്ള വിശേഷങ്ങളുമായിട്ട് പൊങ്കാല ഇടും. ഗർഭിണിയെ വിളിച്ചു കൊണ്ടുപോകുന്നതിന് പൊങ്കാല ഇടും. അങ്ങനെ വിവിധങ്ങളായ തരത്തിൽ നമ്മൾ വീട്ടിൽ പൊങ്കാല ഇടാറുണ്ട്. സാധാരണ ഭക്തജനങ്ങൾക്കെല്ലാം ഈ പൊങ്കാല ഇടുന്ന രീതി അറിയുകയും ചെയ്യാം. പൊങ്കാല ഇടാൻ നമുക്ക് ഉരുളികൾ വീട്ടിലുണ്ടെങ്കിൽ അത് വെങ്കലത്തിൻ്റെയോ പഞ്ചലോഹത്തിൻ്റെയോ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ലോഹങ്ങളിലുള്ള ഉരുളികളുണ്ട്. ഒന്നുമില്ലെങ്കിൽ സ്റ്റീൽ ഉരുളിയിലെങ്കിലും നമുക്ക് ഇടാം. അലുമിനിയം പരമാവധി ഒഴിവാക്കണം. ആറ്റുകാൽ പൊങ്കാല പോലുള്ള വിശേഷാൽ പൊങ്കാലകൾക്ക് മൺകലം തന്നെയാണ് വീട്ടിലും ഉപയോഗിക്കാൻ ഏറെ ഉത്തമം. മൺകലം എന്ന് പറയുന്നത് ശുദ്ധിയുടെ കൂടി പര്യായമാണ്. കാർഷിക ജീവിത വൃത്തിയുടെ ഒരു നേർക്കാഴ്ചയും കൂടിയാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയെ സങ്കല്പിച്ച് നിങ്ങൾ പൊങ്കാല ഇടുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ചിലപ്പോൾ മറ്റൊരു രാജ്യത്താണ് നിൽക്കുന്നതെങ്കിലും ഇന്ത്യൻ സമയത്തെ, കേരളത്തിലെ പൊങ്കാല ഇടുന്ന സമയത്തെ പരിഗണിച്ച് വേണം അത് നിർവഹിക്കുക. കാര്യം 9:45 അടുപ്പത്ത് തീ പകർന്നെത്തും. ഏതാണ്ട് എല്ലാ അടുപ്പുകളിലും എത്തുമ്പോഴത്തേക്കും ഒരു 10 മണിയൊക്കെ ചിലപ്പോൾ ആയേക്കാം. അപ്പോൾ നിങ്ങളും 10 മണിക്ക് മുമ്പ് അടുപ്പത്ത് തീ തെളിക്കണം. അതിനായിട്ട് ഒരു ചിരട്ടയിൽ കുറച്ച് തിരിയും ഒരല്പം എണ്ണയും ഒരു കർപ്പൂരമൊക്കെ വെച്ച് ഭക്തിപുരസരം നമുക്ക് തിരി തെളിക്കാം. അതിനു മുമ്പേ പൊങ്കാല അടുപ്പിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ച് പറയാം. പൊങ്കാല അടുപ്പിന് ചുടുകല്ല് അഥവാ ഇഷ്ടികയാണ് ഏറെ ഉത്തമം. 3 കല്ലുകൾ കൊണ്ടോ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ച് 6 കല്ലുകൾ കൊണ്ടോ നമുക്ക് നിർമ്മിക്കാം. ബ്ലോക്സുകൾ, അതായത് സിമന്റ് കട്ടകൾ വേണമെങ്കിൽ നമുക്ക് ഇതിന് ഉപയോഗിക്കാം. ഇനി ഇരുമ്പ് വളയ അടുപ്പുണ്ടെങ്കിൽ അതും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം. വീടിന് മുന്നിൽ കിഴക്കോട്ട് പൊങ്കാല ഇടുകയാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അതിന് ആറ്റുകാലമ്മയുടെ സങ്കല്പത്തിൽ വേണം നമ്മൾ പൊങ്കാല ഇടാൻ. നേരത്തെ തന്നെ ഒരു 9:15 ആകുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ഒരുക്കുകളും ചെയ്തു വെക്കണം. തലേ ദിവസം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എങ്ങനെയാണോ വ്രതം എടുക്കുന്നത് പോലെ വ്രതം എടുക്കുക. പിറ്റേ ദിവസം ശുദ്ധിയായിട്ട് വന്ന് പൊങ്കാല അടുപ്പ് സ്ഥാപിക്കുക. അടുപ്പ് സ്ഥാപിക്കുമ്പോൾ ചാണകം കൊണ്ട് മെഴുകി, വട്ടത്തിൽ മെഴുകി അവിടെ കല്ല് വയ്ക്കാം. അല്ലെങ്കിൽ നിലത്ത് ജലം തളിച്ച് ശുദ്ധിയാക്കിയിട്ട് അവിടെ അടുപ്പ് വയ്ക്കാം. അടുപ്പ് കൂട്ടിയതിന് ശേഷം അതിനകത്ത് കുറച്ച് മണലോ പാറപ്പൊടിയോ ഇടുന്നതും ഉത്തമമാണ്. പൊങ്കാല അടുപ്പ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അരികിൽ നമുക്ക് ഇലയിട്ട് അതിൽ വിളക്ക് വയ്ക്കാം. ഇനി വിളക്ക് വയ്ക്കാൻ കഴിയില്ലാത്തവർ വിളക്ക് വയ്ക്കണം നിർബന്ധം പറയുന്നില്ല. എങ്കിൽ ഏറ്റവും ശുഭത്വം ഒരു വിളക്ക്, നിലവിളക്ക് തെളിയിച്ച് വയ്ക്കുക. അതിന് ചിലർ ചോദിക്കും, ഇടത്താണോ വലത്താണോ നമ്മൾ ഇലയിടേണ്ടതെന്ന്. ഇടത്ത് ഭാഗത്ത് നമ്മൾ കിഴക്കോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ഇടത് കൈ വരുന്ന ഭാഗത്ത് അവിടെ ഗുരുവിൻ്റെ സങ്കല്പവും വലത് കൈ വരുന്ന ഭാഗത്ത് ഗണപതിയുടെ സങ്കല്പമാണ്. വലത് ഭാഗത്ത് ഇടാവുന്നതാണ്. വലത് ഭാഗത്ത് നമുക്ക് ഒരു തുമ്പല കിട്ടാത്തവർ ഒരു പരന്ന തട്ടം അത് വെച്ചിട്ട്, പരന്ന പാത്രമാണ് പരന്ന തട്ടം എന്ന് ഉദ്ദേശിക്കുന്നത്, അതിൽ വിളക്ക് വയ്ക്കാം. ഇലയിലാണെങ്കിൽ നമുക്ക് പഴം, അവല്, മലര് അഥവാ പൊരി, മറ്റ് നിവേദ്യങ്ങൾ, ഉണക്കമുന്തിരി, അതുപോലെ തന്നെ കൽക്കണ്ടം, അങ്ങനെയുള്ള ആപ്പിളോ ഓറഞ്ചോ മുന്തിരി അങ്ങനെയൊക്കെ
യഥേഷ്ടം വയ്ക്കാം. അരികിൽ സാമ്പ്രാണിത്തിരി തെളിച്ച് വയ്ക്കാം. വിളക്ക് തെളിയിച്ച് വച്ചതിന് ശേഷം നമ്മൾ കിണ്ടിയിൽ കുറച്ച് ജലം എടുക്കണം. തീർത്ഥം ഉണ്ടാക്കാൻ അറിയാവുന്നവർ തീർത്ഥം ഉണ്ടാക്കി വയ്ക്കുക. അല്ലാത്തവർക്ക് കുറച്ച് തുളസിയിലയോ പൂക്കളോ എടുത്തിട്ട് തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഓം ഗംഗായേ വിശ്വമുഖ്യേ നാരായണ്യേ നമോസ്തുതേ എന്നുള്ള മന്ത്രമോ, ഓം ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്നുള്ള മന്ത്രമോ ചൊല്ലി കയ്യിലിരിക്കുന്ന ആ പുഷ്പം അല്ലെങ്കിൽ തുളസിയില ആ കിണ്ടിയിലേക്ക് വയ്ക്കുക. കിണ്ടിയിലേക്ക് വച്ചതിന് ശേഷം ഭക്തിരസനം വെക്കണം, ആ പൂക്കള് അല്ലെങ്കിൽ ആ തുളസിയില. എന്നിട്ട് ആ കിണ്ടിയുടെ നാവിൽ നിന്നും ഒരല്പ ജലം മുന്നിലേക്ക് തളിക്കുകയും വേണം. ഇനി നമ്മൾ ആ തീർത്ഥജലം കയ്യിലെടുത്ത് നമ്മൾ അടുപ്പ് കൂട്ടി വെച്ചിരിക്കുകയാണല്ലോ, അടുപ്പിൻ്റെ 3 കല്ലുകളിലും ഓം 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 എന്ന മന്ത്രജപത്തോടുകൂടി 3 വട്ടം ജലം തളിക്കുക. ചിലപ്പോൾ 1 വട്ടം തളിക്കാൻ പറ്റുകയുള്ളൂങ്കിൽ 1 വട്ടം കുഴപ്പമില്ല, 3 വട്ടം തളിക്കുക നന്നാണ്. അതിനുശേഷമാണ് നമ്മൾ വെള്ളം നിറച്ച പാത്രം അടുപ്പത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ 9:45 കഴിഞ്ഞ് വിളക്കിൽ നിന്ന് അഗ്നി പകർന്ന് നമ്മൾ ആ അടുപ്പത്ത് തെളിയിക്കും. തെളിയിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്നത് വരെ നമ്മൾ ഭക്തിപുരസരം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ തുടങ്ങിയ മന്ത്രങ്ങൾ, ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കും. അപ്പോഴത്തേക്കും നമ്മൾ അരി കഴുകി വെക്കണം. അത് ചമ്പാവ് പച്ചരിയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ വെള്ള അരിയാവാം. അത് കഴുകി 3 തവണയായിട്ട് നമ്മൾ തിളച്ചു തുടങ്ങിയ ആ ജലത്തിലേക്ക്, അടുപ്പത്തെ പാത്രത്തിലേക്ക് നമ്മൾ ഈ അരി സമർപ്പണം ചെയ്യണം. 3ാമത്തെ തവണ അരി ഇടുമ്പോൾ അത് പൂർണ്ണമായിട്ട് കോരിയിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ 3 വട്ടം ഇട്ടതിന് ശേഷം ബാക്കിയുള്ളത് കോരിയിട്ടാലും മതി. അവിടെ 4ാമതൊന്നും ആയിപ്പോയി എന്ന് പറഞ്ഞ് വിഷമതയൊന്നും വേണ്ട. എന്നിട്ട് ചട്ടുകം കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് തീ കൊടുക്കുക. നമുക്ക് ശർക്കര പായസമാണ് ശർക്കര പൊങ്കൽ എന്ന് പറയും, അതാണ് ഏറ്റവും ഉത്തമം. ഇത് കൂടാതെ നമുക്ക് പാൽപ്പായസം വേണമെങ്കിൽ ഇടാം, വെള്ള പൊങ്കാല വേണമെങ്കിൽ ഇടാം. ഇനി ഇത് വേവിച്ച് ഇറക്കി വെച്ചിട്ട് നമുക്ക് തിരളി, മണ്ടപ്പുറ്റ് മുതലായവ ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം. യഥേഷ്ടം അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യാം. നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എപ്രകാരം ചെയ്യുന്നു അതെല്ലാം നമുക്കിവിടെ ചെയ്യാം. പക്ഷേ നമ്മൾ ചിലർ ഇതെല്ലാം ചെയ്തിട്ട് ഇത് പൊങ്കാലയൊക്കെ വേവിച്ച് വെച്ചതിന് ശേഷം ഉടനടി തന്നെ തളിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് പാടില്ല. ഭഗവതിക്ക് 2:30 ആ സമയത്താണ് അവിടെ തളിക്കുക. ആ 2:30 ആ ടൈമിൽ വേണം നമ്മുടെ വീട്ടിലും പൊങ്കാല തളിക്കാൻ. ചില സ്ഥലങ്ങളിൽ അവിടെയുള്ള പുരോഹിതർ, അവിടുത്തെ ക്ഷേത്ര മേൽശാന്തിമാരൊക്കെ വന്ന് പൊങ്കാല തളിച്ചു കൊടുക്കും. ചിലയിടങ്ങളിൽ അത് തളിക്കാൻ ആളെ കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ അത് തളിക്കാം. നമ്മൾ നേരത്തെ കിണ്ടിയിൽ ജലം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് അടച്ചു വെച്ചേക്കണം. അത്രയും നേരം വിളക്കും ഇരിക്കണം, ഇടയ്ക്കിടയ്ക്ക് എണ്ണയൊക്കെ പകർന്നു കൊടുക്കണം. അപ്പോൾ ആ കിണ്ടിയിലെ ജലം എടുത്ത് നമുക്ക് തളിക്കാം. അടുപ്പത്ത് നിന്ന് മുന്നിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ തളിക്കേണ്ടത്. അതായത് അടുപ്പ് കഴിഞ്ഞ് മുന്നിലേക്കാണ്, അല്ലാതെ പിന്നിലേക്കല്ല ഇറക്കി വെക്കേണ്ടത്. മനസ്സിലായല്ലോ? നമ്മൾ തീ വെച്ച് കൊടുത്ത ഭാഗം പിന്നിൽ 3ാം കല്ലിരിക്കുന്നത്, അത് 2 കല്ല് 2 സൈഡ്, മുന്നിലൊരു കല്ല്, ആ കല്ലിന് അപ്പുറത്തേക്കാണ് നമ്മൾ ഇറക്കി വെക്കേണ്ടത്. മുന്നിലേക്ക് ഇറക്കി വെച്ച് കിണ്ടിയിൽ നിന്ന് 3 ജലം, 3 പുഷ്പം, 3 ജലം എന്നിങ്ങനെ ആ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നിവേദ്യത്തിലേക്ക് തളിക്കണം. തളിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാവും. സാമാന്യമായിട്ട് നമ്മൾ നിവേദിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അല്ലാതെ കുറെ മന്ത്രജപങ്ങളോട് കൂടിയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ സാധാരണ നിവേദ്യ തളിക്കുന്ന രീതി ഇത്രയും മതിയാകും. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് പൊങ്കാല എടുത്ത് നമ്മുടെ വീട്ടിലുള്ളവർക്കും ആവശ്യത്തിന് പരിസരത്ത് ഇതൊക്കെ മേടിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാം കൊടുക്കാം. ഇതാണ് വേണ്ടത്. അപ്പോൾ വീട്ടിൽ പൊങ്കാല ഇടുമ്പോൾ പലവിധ സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അതായത് വീട്ടിൽ അന്നേ ദിവസം മത്സ്യമാംസാദികളൊക്കെ പാചകം ചെയ്യാമോ എന്നൊക്കെയുള്ള ചോദ്യമാണ്. ഒരിക്കലും പാടില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ വീട്ടിൽ മത്സ്യമാംസ പാചകം ചെയ്യാറില്ലല്ലോ. അതുപോലെ തന്നെ ആയിരിക്കണം. വീട്ടിൽ നമ്മൾ ഇടുന്നേ ഉള്ളൂ, അതേ അമ്മയ്ക്ക് തന്നെയാണ് സമർപ്പണം ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, വീട്ടിൽ പൊങ്കാലിടുന്നതിന് വലിയ സൗകര്യമൊന്നുമില്ല, നമ്മുടെ അടുപ്പത്ത് തന്നെ പൊങ്കാലിടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ കുറേ സൗകര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ആറ്റുകാൽ പോകാതെ വീട്ടിൽ പൊങ്കാലിടുന്നത്. അത് അടുപ്പത്തും കൂടെ ആകണം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അതൊട്ടും ശരിയല്ലാത്ത കാര്യമാകുന്നു. വീടിന് മുന്നിൽ ആണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത്. ചിലപ്പോൾ ചില വീടുകൾക്ക് അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഹാളിൽ നമുക്ക് പൊങ്കാലിടാം. വീട്ടിലെ ഹാളിൽ പൊങ്കാലിടുക, അടുക്കളയിൽ കൊണ്ടുപോയി പൊങ്കാലിടേണ്ട, അത് ഇതിനുള്ള ഒരു രീതിയല്ല. അപ്പോൾ ഹാളിലിടാം. ഏറ്റവും പരമപ്രധാനമായിട്ട് വീടിന് മുന്നിൽ ഇടുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം കിട്ടിയെന്ന് വരില്ല. എന്നാലും ബഹുഭൂരിപക്ഷം ഫ്ലാറ്റുകളിലും മുൻവശത്ത്
ഇത് അർപ്പിക്കാനുള്ള ഇടമൊക്കെ ഒരുക്കി ഇടാറുണ്ട്. കഴിയുന്നവരങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ഒരു ഹാളിൽ അത് ചെയ്യുക. പിന്നെ ഒരു ചോദ്യം വരുന്നത്, വീട്ടിൽ ആർത്തവകാലത്തിലുള്ള ഒരു വ്യക്തിയുണ്ട്, അതുകൊണ്ട് മറ്റൊരാൾക്ക് ആ വീട്ടിൽ പൊങ്കാലയിടാൻ പാടില്ല എന്നുള്ളതാണ്. ആർത്തവകാലമുള്ള വ്യക്തികളൊക്കെ സാധാരണ വീടുകളിലൊക്കെ കാണും. അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് തന്നെയാണ് ശുദ്ധിയോടുകൂടി പല സ്ത്രീകളും പോയി പൊങ്കാലയിടുന്നത്. ഈ സ്ത്രീ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള പെൺകുട്ടി കുറച്ച് ശ്രദ്ധ പാലിച്ചാൽ മതി. ഇത്തരം സാധനങ്ങളിലൊക്കെ ശർക്കര, അരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൊട്ട് അതിൽ ഭക്തികേടുകൾ വരുത്താതിരുന്നാൽ മതി. അല്ല വേറൊന്നുമില്ല. അവരുണ്ടെന്ന് പറഞ്ഞ് പൊങ്കാല ഇടാതിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. സർവോപരി അമ്മയെ മനതാരിൽ നനച്ച് അമ്മയുടെ മുന്നിൽ ആ പൊങ്കാല നിവേദ്യം ഭംഗിയോടുകൂടി നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാവർക്കും കഴിയുന്ന കാര്യവും കൂടിയാണ്. പ്രത്യേകിച്ച് ഭക്തജനങ്ങളായിട്ടുള്ള ഏവർക്കും അമ്മയ്ക്കൊരു പൊങ്കാല അർപ്പിക്കാൻ വളരെ ആഗ്രഹം ഉണ്ടാകും. അവർക്കെല്ലാം ഈ വിധത്തിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ മറ്റൊരു ഉത്സവമുണ്ട്, അവിടുത്തെ പൊങ്കാല സമർപ്പിക്കാൻ പറ്റാത്തവർക്കും ഇങ്ങനെ വീട്ടിൽ പൊങ്കാല ഇടാം. ആ ക്ഷേത്രത്തിലെ പൊങ്കാല എപ്പോഴാണ്, എത്ര മണിക്കാണ് ആരംഭം കുറിക്കുന്ന ആ സമയം മനസ്സിലാക്കിയിട്ട് പൊങ്കാല ഇടണം. അവിടെ എത്ര മണിക്കാണ് നേദിക്കാറുള്ളത്, ആ സമയത്ത് നമ്മുടെ വീട്ടിലിട്ട പൊങ്കാല നേദിക്കാം. അങ്ങനെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർത്തിയാകുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ റെക്കമെൻഡേഷൻ, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.